ഇച്ചായ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോടി. പിന്നെ ഇവിടുന്ന് മൃഗാശുപത്രിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഉണ്ടല്ലേ? 2 കിലോമീറ്റർ അല്ല, 2 കിലോമീറ്ററേ ഉള്ളൂ. 2 കിലോമീറ്റർ എന്ന് പറയുമ്പം 1 കിലോമീറ്ററിന് എത്ര രൂപ വരും പെട്രോള് വണ്ടിയില്? പെട്രോളിന്റെ കണക്കൊക്കെ എടുക്കുന്നത് എന്തിനാടി? ചുമ്മാ ഒരു രസത്തിന് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എത്ര രൂപ ചെലവ് വരുമെന്ന് അറിയാലോ. അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നില്ലല്ലോ. പറ ഒന്ന് കേക്കട്ടെ. കിലോമീറ്ററിന് 7 രൂപ. 1 കിലോമീറ്ററിന് 7 രൂപ. അപ്പൊ 2 കിലോമീറ്ററിന് 14 രൂപ. കറക്റ്റ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 4 കിലോമീറ്റർ. അപ്പൊ 14 × 14. ഇൻറ്റു 14. 14 × 2 അല്ലെങ്കിൽ 14 + 14. 14 + 14 എന്ന് പറയുമ്പോ 28 രൂപ വരും ഒരു ദിവസം. അയ്യോ, അപ്പൊ 28 × 20 25 ദിവസമല്ലേ ഇച്ചായ പോകുന്നത്? അപ്പൊ 25 × 28 എത്ര രൂപ വരും? അത് കണക്ക് കൂട്ടാൻ അറിയില്ലേ? 700. 700 രൂപയാ? 700 രൂപയാവോ ഒരു മാസം? അത് മാത്രമല്ല, ടയറിന്റെ തേയ്മാനം, സർവീസ്, മെയിൻ്റനൻസ് എല്ലാം കൂടെ 1 കിലോമീറ്ററിന് 12 രൂപയാവും. 12 രൂപയാ? അപ്പൊ ടോട്ടല് ഒരു മാസം ഒരു 1200 രൂപയാവും. അയ്യോ, ഇത് ഭയങ്കര ചെലവായി പോയല്ലോ ഇച്ചായ. ഭയങ്കര ചെലവാ. ഒരു കാര്യം ചെയ്യാം, നടന്നു പോവാം. നടന്നൊന്നും പോണ്ട, അത് ശരിയാത്തെ. പിന്നെ അങ്ങനെ പോണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജോലി രാജിവെക്കാം. വീട്ടിൽ ഇരുന്ന ഒരു ചെലവും ഉണ്ടാവില്ല. പോ അവിടുന്ന്. അതല്ല ഇച്ചായ ഞാൻ പറഞ്ഞ, ഈ ദൂരെ കൂടുതലിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ മക്കൾ എന്താണ് പറഞ്ഞത്? അല്ല, നമുക്ക് ഈ മൃഗാശുപത്രിയുടെ അടുത്തൊരു വീടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അധിക ചെലവുകളൊക്കെ ഒഴിവാക്കായിരുന്നു എന്നായിരുന്നു. വേണ്ട കിടക്കണം. ഇപ്പോഴല്ലേ സബ്ജക്റ്റിലോട്ട് വന്നത്. ഇപ്പൊ പെട്രോളിന്റെ ചെലവൊന്നുമല്ല, വീടാണ് കൊച്ചിന് പ്രശ്നം. അയ്യോ, ദൂരം മാത്രമല്ല ഇച്ചായ പ്രശ്നം. എനിക്ക് എന്തോ ഇല്ല ഇച്ചായ, ഈ വീടുമായിട്ടേ അങ്ങോട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ആകെപ്പാടെ എന്തോ ഒരു അസ്വസ്ഥത. ആണോ? എന്റെ മക്കൾക്ക് ഈ വീടുമായിട്ടല്ല പൊരുത്തപ്പെടാൻ പറ്റാത്തത്, അപ്പുറത്തെ ഉണ്ണിയാർച്ചയായിട്ടാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല. ഇത് നല്ല കളി. ഇതെന്തോ ഇച്ചായ, ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് ഇച്ചായൻ ഇങ്ങനെ പുച്ഛിച്ച് തള്ളുന്നത്? പുച്ഛിക്കാതെ എങ്ങനെ ഇരിക്കും? സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഇച്ചായൻ മാത്രമല്ലല്ലോ ഇവിടെ താമസിക്കുന്നത്, ഞാനും കൂടെ അല്ലേ താമസിക്കുന്നത്. കൂടുതൽ സമയം ഞാനാണ് ഇവിടെ. ഇച്ചായൻ രാവിലെ പോയാൽ വൈകിട്ടാ കയറി വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ ഇഷ്ടം നോക്കിയിട്ടാണ് ഒരു വീട് എടുക്കേണ്ടത്. ഈ വീട് എടുക്കുന്നതിന് 2-3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് വീടിന് സൗകര്യം ഉണ്ടായിരിക്കണം. ഈ വീടിന് സൗകര്യമുണ്ട്. പിന്നെ വാടക കുറവായിരിക്കണം. ഈ വീടിന് വാടക കുറവാണ്. പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമായിരിക്കണം. ഇത് ഹോസ്പിറ്റലിൽ പോകാൻ എളുപ്പമാണ്. വെറും 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നിന്റെ പ്രശ്നം ഇതൊന്നും അല്ല, നിന്റെ പ്രശ്നം ഉണ്ണിയാർച്ചയാണ്. നീ അതിന് ഒരൊറ്റ പരിഹാരം ചെയ്താൽ മതി. അങ്ങോട്ട് പോകാതിരുന്നാ പോരെ? അങ്ങോട്ട് പോയില്ല എന്താ? അവര് 24 മണിക്കൂറും ആ മതിൽ തൂങ്ങിക്കിടത്തിട്ട് അലീസ അലീസ എന്നുള്ള ഈ വിളിയല്ലേ. അലീസ എന്ന് വിളിക്കുമ്പോ നീ അങ്ങോട്ട് പോകണ്ട. ഓ എന്റെ ഈശോയെ, ഇവളെ കാണാതെ ഇച്ചാൻ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റൂലല്ലേ? അതുകൊണ്ടല്ലേ വീട് മാറണ്ടെന്ന് പറയുന്നത്. നോക്കൂ ഇച്ചായ, സത്യമായിട്ട് ഒരു ദിവസം ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കും. എണീറ്റ് പോവാൻ പോവാ. അലിസേ, ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ ഇപ്പൊ നീ കാണിക്കുന്നത് ശുദ്ധ വിവരക്കേടാണ്. ഇതിലെന്ത് വിവരക്കേട്? എനിക്ക് ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല, അതിലെന്ത് ഇത്ര വിവരക്കേട്? നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും നടക്കില്ല എന്ന് മനസ്സിലാക്കാത്തതാണ് നിന്റെ വിവരക്കേട്. ഈ ഇഷ്ടം നടക്കാൻ എന്താ ഇത്ര പാട്? ഈ നാട്ടില് വീട് വാടക കൊടുക്കാൻ ഒരു 100 വീടെങ്കിലും ഉണ്ടാവും. അതിൽ തുറന്നാൽ കണ്ടുപിടിക്കണം. അതിനെന്താ ഇത്ര ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത്തെ ബുദ്ധിമുട്ട്, ഈ നാട്ടിൽ 100 കണക്കിന് വീടില്ല. ഇങ്ങോട്ടിറങ്ങി ഇവിടെ. ശേഖരൻ സാറിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം സദാശിവൻ ചേട്ടൻ വീട് അന്വേഷിച്ചു, എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. 2, നമ്മുടെ കൊക്കിനൊതുങ്ങുന്ന വീട് വേണം നമ്മൾ നോക്കാനായിട്ട്. വലിയ വീടെടുത്ത് ശമ്പളം മുഴുവൻ നമുക്ക് വാടകയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല. 3-ാമത്തെ കാര്യം, നമ്മള് 1 വർഷത്തേക്ക് എഗ്രിമെന്റ് ചെയ്ത് അഡ്വാൻസ് കൊടുത്താണ് വീടെടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ മാറി പോവുകയാണെങ്കിൽ നമ്മുടെ അഡ്വാൻസിൽ നിന്ന് കാശ് പിടിക്കും. അത് നമുക്ക് നഷ്ടമാണ്. ആണല്ലോ, ആ പൈസ ഞാൻ ഇച്ചാൻ അങ്ങ് തന്നേക്കാം. നഷ്ടം തീർന്നല്ലോ. നിന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടെന്നറിയാം, പക്ഷെ അത് ഇതിനുപയോഗിക്കണം. ഹിച്ചായ, നേരത്തെ വരെ ഇതെനിക്കൊരു ആഗ്രഹം മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നിമിഷം തൊട്ട് ഇതെന്റെ ഒരു വാശിയും കൂടാ. ഇച്ചായൻ ഈ വീട് വിട്ടു പോകാൻ ഇത്രയും പ്രയാസമാണെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ട്. ഇത്രയും നാള് എനിക്ക് വെറും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു,
ഇച്ചായൻ അങ്ങനെ ഉണ്ണി അർച്ചനെ കണ്ട് സന്തോഷിക്കണ്ട. ചെല്ലു പോ. ഞാൻ പോകുന്നില്ല, നീ പോ.